നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാഴ്ചയിലും കൈകാര്യം ചെയ്യുമ്പോഴും നിരുപദ്രവകരമെന്ന് തോന്നുമെങ്കിലും എലിവിഷത്തിന്റെ കാര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പുണ്ട്. അറിഞ്ഞും അറിയാതെയും എലിവിഷം ശരീരത്തിനുള്ളിൽ കടന്നുള്ള മരണങ്ങൾ കൂടി വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അബദ്ധത്തിൽ എലിവിഷം ഉള്ളിൽ ചെന്ന് കുട്ടികൾ മരിക്കുന്ന ദാരുണ സംഭവങ്ങളും ഒരുപാട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴിതാ വളരെ അതിദാരുണമായിട്ടുള്ള സംഭവം എന്ന് മാത്രമാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. പാലക്കാട് അഗളിയിൽ ഒരു 3 വയസ്സുകാരി ടൂത്ത് പേസ്റ്റ് എന്ന് കരുതി ഈ ഒരു എലിവിഷം ടൂത്ത് രൂപത്തിലുള്ള എലിവിഷം കൊണ്ട് പല്ല് തേക്കുകയായിരുന്നു. തുടർന്ന് കുട്ടി ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസം മരിച്ചിരിക്കുകയാണ്. വളരെ ദുഃഖകരമാണ് ഈ ഒരു വാർത്ത. വെറും 3 വയസ്സ് മാത്രമാണ് ആ കുട്ടിയുടെ പ്രായം. ടൂത്ത് പേസ്റ്റ് രൂപത്തിലാണ് ഈ ഒരു എലിവിഷം ഇരിക്കുന്നത്. ഇപ്പോഴൊക്കെ പല രൂപത്തിൽ ഇത്തരത്തിൽ ഇത് ലഭിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു 3 വയസ്സുകാരിക്ക് അത് എന്താണെന്ന് കുട്ടിയുടെ കാഴ്ചയിൽ അതൊരു ടൂത്ത് പേസ്റ്റ് മാത്രമാണല്ലോ നമ്മൾ അങ്ങനെയുള്ള രൂപത്തിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടിക്ക് അത് എന്താണെന്ന് മനസ്സിലായില്ല. ഉടനെ കുട്ടി അത് കയ്യിലെടുത്ത് പല്ല് തേക്കുകയായിരുന്നു. പക്ഷേ അതിമാരകമായിട്ടുള്ളൊരു വിഷമാണ് കുട്ടിയുടെ ഉള്ളിൽ ചെന്നത്. പിന്നീട് കുട്ടിയുടെ ആരോഗ്യനില വഷളാവുന്നത് കണ്ടാണ് ആശുപത്രിയിൽ എത്തിച്ചത്. എന്താണെന്ന് ആദ്യം മനസ്സിലായില്ല. അഗളി ജെല്ലിപ്പാറ മുണ്ടനാനത്ത് ലിതിൻ്റെയും ജോമരിയുടെയും മകളാണ് മരിച്ചിട്ടുള്ളത്. നേഹ റോസാണ്. 3 വയസ്സ് മാത്രമുള്ള ഒരു കുഞ്ഞിനാണ് ഇപ്പോൾ ജീവൻ നഷ്ടമായിരിക്കുന്നത്. ഫെബ്രുവരി 21-നാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. വീട് പെയിന്റിങ്ങിന് വേണ്ടി വീട്ടു സാധനങ്ങളെല്ലാം തന്നെ മാറ്റിയിടുമ്പോഴാണ് കുട്ടിക്ക് എലിവിഷം അടങ്ങിയ ട്യൂബ് കിട്ടുന്നത്. ഒരുപക്ഷെ നമുക്കറിയാം, വീട്ടിൽ ഈ അടക്കലും പെറുക്കലൊക്കെ ആവുന്ന സമയത്ത് എല്ലാ സാധനങ്ങളും വലിച്ചുവാരി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിടുന്നതാണ്. ആ ഒരു സമയത്ത് ഒരുപക്ഷെ മാതാപിതാക്കൾ അത് ശ്രദ്ധിച്ചു കാണില്ല. ഇത്തരത്തിൽ ഈ ഒരു എലിവിഷം ടൂത്ത് പേസ്റ്റ് രൂപത്തിലുള്ള ഈ ഒരു എലിവിഷവും കുട്ടിയുടെ കണ്ണെത്തുന്ന സ്ഥലത്ത് അത് കണ്ടിരിക്കണം. അതുകൊണ്ടാണ് കുട്ടി അവിടെ നിന്ന് അത് എടുക്കുകയും ഇത്തരത്തിൽ അത് ഉപയോഗിച്ച് പല്ല് തേക്കുകയും കുട്ടിയുടെ മരണത്തിന് വരെ ഇടയാക്കുന്ന ഒരു സംഭവം ഉണ്ടായത്. ഉടൻ തന്നെ കുട്ടിയെ കോട്ടത്തറ ട്രൈബൽ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് ജില്ലാ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. പിന്നീടും കുട്ടിയുടെ ആരോഗ്യനിലയിൽ യാതൊരു തരത്തിലുള്ള പുരോഗതിയും ഉണ്ടായില്ല. സ്ഥിതി അതീവ ഗുരുതരമാകുന്നു എന്ന് കണ്ടതുകൊണ്ടാണ് കോട്ടയം മെഡിക്കൽ കോളേജിലും പിന്നീട് തിരുവനന്തപുരം ശ്രീചിത്ര ആശുപത്രിയിലും എത്തിച്ചത്. പക്ഷെ അവിടെയും ചികിത്സയിലിരിക്കെയാണ് കുട്ടി മരിച്ചത്. ഫെബ്രുവരി 21-നാണ് കുട്ടിയെ ഇത്തരത്തിൽ ആരോഗ്യസ്ഥിതി വഷളായതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് അത്രയും ദിവസം കുട്ടി ജീവന് വേണ്ടി മല്ലിട്ടു. പക്ഷേ യാതൊരു തരത്തിലും കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്. സംസ്കാരം ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ജെല്ലിപ്പാറ സെന്റ് പീറ്റേഴ്സ് പള്ളിയിൽ നടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഏകദേശം 6ഓളം ആശുപത്രികളിലാണ് കുട്ടിയെ ചികിത്സയ്ക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയത്. കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായിട്ട് മാതാപിതാക്കൾ ഓടുകയായിരുന്നു. കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായിട്ട് ആശുപത്രി ഡോക്ടർമാരും നഴ്സുമാരും അവരെ കൊണ്ട് പറ്റാവുന്നതെല്ലാം തന്നെ ചെയ്തു. പക്ഷെ എന്നിരുന്നാലും കുഞ്ഞു ശരീരത്തിലേക്ക് വലിയ അളവിൽ ഇത് പ്രവേശിച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞിൻ്റെ കരളിനെ അടക്കം ഇത് ഗുരുതരമായി ബാധിക്കുകയായിരുന്നു. പിന്നീടാണ് കുട്ടിയുടെ ആരോഗ്യനില വഷളാവുകയും ജീവൻ രക്ഷിക്കാനായിട്ട് സാധിക്കാതെ ഇരിക്കുകയും ചെയ്തത്. ഏതായാലും വളരെ ദുഃഖകരമാണ്. നമുക്ക് ഈ വാർത്തയൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ നെഞ്ച് പിടയുകയാണ്. കാരണം 3 വയസ്സ് മാത്രമുള്ള ഒരു കുഞ്ഞിനെ ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയും ഇല്ല. അതെന്താണെന്ന് മാത്രം അറിയില്ല. മാത്രമല്ല വളരെ കൗതുകം നിറഞ്ഞൊരു പ്രായമാണ്. ഈ ഒരു സമയത്തൊക്കെ കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചില്ലെങ്കിൽ വളരെ അപകടമാണ്. കാരണം അവർ കിട്ടുന്നതൊക്കെ എടുത്ത് വായിലേക്ക് വെക്കാനും രുചിച്ചു നോക്കാനും കഴിക്കുന്നതൊക്കെ ഒരു പ്രായമാണ്. കൗതുകം നിറഞ്ഞ ഒരു പ്രായത്തിൽ എന്ത് കണ്ടാലും അത് ഉടനെ തന്നെ അത് കയ്യിലെടുക്കുകയും അതുപോലെ തന്നെ അത് അപകടം നിറഞ്ഞതാണോ എന്നുള്ളതൊന്നും ആ കുഞ്ഞിന് അറിയേണ്ട ഒരു പ്രായമല്ല. ഈ ഒരു സമയത്ത് രക്ഷിതാക്കളടക്കം വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്, കുട്ടികളെ ആണെങ്കിലും. പക്ഷേ ഇവിടെ ഒരു 3 വയസ്സുകാരിക്കാണ് ഇത്തരത്തിൽ ജീവൻ നഷ്ടമായത്. ചെറിയ കുഞ്ഞുങ്ങളുള്ളിടത്ത് ഇത്തരം വസ്തുക്കൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെന്നുള്ളത് പലപ്പോഴും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഉപയോഗിക്കരുത്. ഇത്തരത്തിലുള്ള ഈ ഒരു എലിയെ പിടിക്കാനൊക്കെ ഇന്ന് എല്ലാ വീടുകളിലും എലിശല്യം ഉണ്ടാകുന്നതാണ്. പക്ഷേ ഈ ഒരു കെണി ഉപയോഗിച്ചൊക്കെ ഇന്ന് എലിയെ പിടിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. പക്ഷെ അതുപോലെ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ സൂക്ഷിച്ച് തന്നെ മാത്രമാണ് അത് ഉപയോഗിക്കാൻ പാടുള്ളൂ. കാരണം അതിനുള്ളിലൊക്കെ കൈ പെട്ട് കഴിഞ്ഞാൽ അത് വലിയ മുറിവുകളും കാര്യങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അല്ലാതെ ഇത്തരത്തിൽ കുഞ്ഞുങ്ങളുടെ കൈകൾ എത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുള്ള വീട്ടിലൊന്നും ഇത്തരത്തിൽ എലിവിഷമൊന്നും ഉപയോഗിക്കാതിരിക്കുക. അതാണ് ഏറ്റവും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗമെന്ന് പറയുന്നത്. എലിക്കണി ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ വളരെ അപകടം നിറഞ്ഞ രീതിയിൽ അത് ഉപയോഗിക്കാതിരിക്കാനും വീട്ടുകാർ ശ്രദ്ധിക്കേണ്ടതാണ്. യെല്ലോ ഫോസ്ഫറസ് എന്ന രാസവസ്തുവാണ് ഈ ഒരു എലിവിഷത്തിൽ അടങ്ങിയിട്ടുള്ളത്. ഇവ രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന വൈറ്റമിൻ കെ നിർവീര്യമാക്കി ആന്തരിക രക്തസ്രാവം ഉണ്ടാക്കും. കൂടാതെ കരൾ, വൃക്ക, ഹൃദയം തുടങ്ങിയ അവയവങ്ങളെല്ലാം തന്നെ
തളർത്തും. കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുൻപ് ഇത്തരത്തിലൊരു അപകടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആലപ്പുഴയിൽ തകഴിയിലാണ് ഇത്തരത്തിൽ എലിവിഷം പുരട്ടി വെച്ച തേങ്ങാപ്പൂള് അറിയാതെ എടുത്ത് കഴിച്ചൊരു 15 വയസ്സുകാരി ദാരുണ മരണം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതും ഏറെ ഞെട്ടലുണ്ടാക്കുന്നതായിരുന്നു. മുൻപ് എലിവിഷത്തിന്റെ ട്യൂബ് എടുത്ത് പേസ്റ്റ് ആണെന്ന് കരുതി പല്ല് തേച്ച മലപ്പുറം പരപ്പനങ്ങാടിയിൽ 3 വയസ്സുകാരൻ റസിൻ ഷാ എന്ന് പറയുന്ന കുഞ്ഞു മരിച്ചിരുന്നു. എലിവിഷം കലർന്ന ഭക്ഷ്യവസ്തു കഴിച്ചിട്ട് മലപ്പുറത്ത് തന്നെ ഷയാഹ് എന്ന് പറയുന്ന 3 വയസ്സുകാരനും മരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 17 വയസ്സുകാരിയും ഇത്തരത്തിൽ മരിച്ചിട്ടുണ്ടായിരുന്നു. പുത്തൂരിൽ പട്ടിക്കൂടിന് മുകളിൽ വെച്ചിരുന്ന എലിവിഷം പുരട്ടിയ ഭക്ഷണം എടുത്തു കഴിച്ചു ഒരു 2.5 വയസ്സുകാരി മരിച്ചിരുന്നു. ഇത്തരത്തിൽ കുഞ്ഞുങ്ങൾ ഇത്തരത്തിൽ അറിയാതെ അബദ്ധത്തിൽ ഈ എലിവിഷം പുരട്ടി വെച്ചിട്ടുള്ള വസ്തുക്കൾ എടുത്ത് കഴിച്ചിട്ടുള്ള മരണങ്ങൾ ഒരുപാട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് പറയുന്നത് ഇപ്പോൾ ഈ ഉണ്ടായിട്ടുള്ള സംഭവം നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ആ വീട്ടിലുള്ളവർ ശ്രദ്ധിക്കുക എന്ന് മാത്രമാണ് നമുക്കും പറയാൻ സാധിക്കുക. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാതിരിക്കുക, അത് മാത്രമാണ് ഒരു പോംവഴി എന്ന് പറയുന്നത്. എലിവിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യുന്നവരുടെ സംഖ്യയും ചെറുതല്ല. കാരണം ഇത് പെട്ടെന്ന് ലഭിക്കുന്നത് കൊണ്ട് തന്നെ, ഈ കടകളിൽ നിന്നൊക്കെ ലഭിക്കുന്നത് കൊണ്ട് തന്നെ ആത്മഹത്യ ചെയ്യാൻ ഉള്ള ആളുകൾ ഈ ഒരു എലിവിഷം എടുക്കാറുണ്ട്. ആത്മഹത്യ ചെയ്യാൻ എലിവിഷം കഴിക്കുന്നവർ ദിവസങ്ങളുടെ ചികിത്സയ്ക്ക് ശേഷമാണ് മരിക്കുക. പെട്ടെന്നൊരു മരണം സംഭവിക്കണമെങ്കിൽ വലിയ അളവിൽ ഇത് ചെല്ലണം. അല്ലാത്തവർ പതുക്കെ ആരോഗ്യം ക്ഷയിച്ച് മാത്രമാണ് മരണം അടയുക. 3 ദിവസമെങ്കിലും എടുക്കും. കാരണം ഇതിന്റെ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടാൻ, അല്ലെങ്കിൽ ബോഡി റിയാക്ട് ചെയ്ത് തുടങ്ങാൻ. പിന്നീട് അങ്ങോട്ട് സ്ഥിതി അതീവ ഗുരുതരമാവുകയാണ് ചെയ്യുക. അതിനിടെ വീണ്ടും ജീവിക്കണമെന്ന ആശ വന്നിട്ട് യാതൊരു കാര്യമില്ല. നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ആന്തരിക അവയവങ്ങളെല്ലാം തന്നെ ഇത് നശിപ്പിക്കും എന്നുള്ളതാണ്. അതിജീവിച്ചാലും കരൾ മാറ്റിവെക്കൽ പോലെ ചെലവേറിയ ചികിത്സകൾ വേണ്ടി വരാം എന്നുള്ളതാണ്. കൊച്ചി അമൃത ആശുപത്രിയിൽ മാത്രം ഏതാനും വർഷങ്ങൾക്കിടെ എലിവിഷം ഉള്ളിൽ ചെന്നത് മൂലമുള്ള കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായവർ 30-ലേറെയാണെന്നാണ് പറയപ്പെടുന്നത്. അതായത് അത്രയും ആളുകൾ ഈ ഒരു എലിവിഷം അറിഞ്ഞും അറിയാതെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള, അല്ലെങ്കിൽ അവരുടെ ശരീരത്തിലോട്ട് ഇത് ചെല്ലുന്നുണ്ട് എന്നുള്ളതാണ്. തലവേദന, ശക്തമായ ഛർദി, വയറുവേദന, അബോധാവസ്ഥ, മഞ്ഞപ്പിത്തം, പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുക, ശ്വാസമുട്ടൽ എന്നിവയൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങളായിട്ട് ആദ്യഘട്ടത്തിൽ അനുഭവപ്പെടുന്നത്. എലിവിഷം കുട്ടികൾക്ക് അപ്രാപ്യമായി സൂക്ഷിക്കുക. കാരണം നമ്മൾ ചില മരുന്നുകളൊക്കെ എടുക്കുമ്പോൾ കാണാനായിട്ട്, ഒരുവിധം മരുന്നെന്നല്ല, എല്ലാ മരുന്നുകളാണെങ്കിലും മുതിർന്നവർ ഉപയോഗിക്കേണ്ട സാധനങ്ങളാണെങ്കിലും അതിന്റെ മുകളിൽ ഇൻസ്ട്രക്ഷൻസ് എഴുതുമ്പോൾ എപ്പോഴും കണ്ടിട്ടുള്ളതാണ് കുട്ടികളുടെ കൈ എത്തുന്ന സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇത് ലഭ്യമാകാത്ത രീതിയിൽ ഇതിനെ സ്റ്റോർ ചെയ്യണം എന്നുള്ളത്. കാരണം അതൊരു മുന്നറിയിപ്പാണ്. കാരണം മറ്റുള്ളവരുടെ ശരീരം പോലെയല്ല കുഞ്ഞു ശരീരങ്ങൾ എന്ന് പറയുന്നത്. അവരുടെ ബോഡിയൊക്കെ അതിനോട് പെട്ടെന്ന് റിയാക്ട് ചെയ്യുകയും കുട്ടികളുടെ മരണം വരെ സംഭവിക്കാവുന്ന കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് എല്ലാ മെഡിസിൻ്റെ മുകളിലും, അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന പല ക്രീമുകളും ഷാംപൂ തുടങ്ങിയിട്ടുള്ള പല സാധനങ്ങളുടെ മുകളിൽ കൃത്യമായിട്ട് കുട്ടികളുടെ കൈയെത്താത്ത സ്ഥലത്ത് തന്നെ ഇത് സൂക്ഷിക്കണം എന്നുള്ള നിർദ്ദേശം നൽകുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു എലിവിഷം പോലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ വീട്ടിൽ വാങ്ങി വെക്കുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മൾ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതിൻ്റെയൊക്കെ ഒഴിഞ്ഞ ട്യൂബ് ഉണ്ടെങ്കിൽ അത് നശിപ്പിക്കുക. ഏറ്റവും പെട്ടെന്ന് ചികിത്സ തേടുക എന്നുള്ളതാണ് ഒരു പോംവഴി. പിന്നെ ഈ ഒരു എലിവിഷം ഉപയോഗിക്കുമ്പോൾ ഗ്ലൗസോ മാസ്കോ ധരിക്കുക. ശരീരത്തിൽ വീണ തുടച്ചു മാറ്റിയ ശേഷം മാത്രം കഴുകുക. യെല്ലോ ഫോസ്ഫറസ് വെള്ളവുമായി പ്രവർത്തിച്ച് വിഷവാതകം രൂപപ്പെടുമെന്നതാണ് കാരണം നമ്മുടെ ശരീരത്തിൽ പറ്റിക്കഴിഞ്ഞാൽ ഉടനെ അത് കഴുകാതെ ഇത് തുടച്ചു കളയുക ആദ്യം, അതിനുശേഷം മാത്രം കഴുകിക്കളയുക എന്നാണ് പറയുന്നത്. വിദേശ രാജ്യങ്ങളിൽ മനുഷ്യന് ഹാനികരമല്ലാത്ത വാർഫറി രാസവസ്തുവാണ് എലിവിഷം. ഇന്ത്യയിലേത് ഉപയോഗിക്കുന്ന യെല്ലോ ഫോസ്ഫറസ് മാരക വിഷമാണ്. ജീവരക്ഷയ്ക്ക് കരൾ മാറ്റിവെക്കുകയല്ലാതെ വേറെ ഫലപ്രദമായ ചികിത്സയില്ല. യെല്ലോ ഫോസ്ഫറസ് ഇന്ത്യയിലും നിരോധിക്കേണ്ടതാണെന്നാണ് ഡോക്ടർമാരുടെ അടക്കം പലപ്പോഴും നൽകിയിട്ടുള്ള നിർദ്ദേശം എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷവും റൂമിലെ എലിവേഷൻ വെച്ച് AC ഓണാക്കി ഉറങ്ങിയ 2 കുട്ടികൾക്ക് ദാരുണ അന്ത്യം സംഭവിച്ചതും ഈ ഒരു സാഹചര്യത്തിൽ ഓർത്തെടുക്കുകയാണ്. ചെന്നൈയിലായിരുന്നു ഈ ഒരു സംഭവം നടന്നത്. ഗിരിധറിൻ്റെയും മക്കളായിട്ടുള്ള പവിത്ര, സായി, സുദർശനുമാണ് മരിച്ചത്. വീര്യമുള്ള എലിവിഷമാണ്, അമിതമായി ശ്വസിച്ചതാണ് മരണകാരണം. വീട്ടിൽ എലിശല്യം രൂക്ഷമായതിനാൽ എലിവിഷം വയ്ക്കാൻ ഗിരിധർ സ്വകാര്യ കീടനിയന്ത്രണ കമ്പനിയോട് ആവശ്യപ്പെടുകയായിരുന്നു. കുഴമ്പ് രൂപത്തിലും ഗുളിക രൂപത്തിലുമുള്ള എലിവിഷം വീട്ടിലാകെ വെച്ച ശേഷം കമ്പനി അധികൃതർ മടങ്ങുകയായിരുന്നു. വിഷം വയ്ക്കുന്ന സമയത്ത് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. കീടനിയന്ത്രണ കമ്പനിയിൽ നിന്ന് പ്രത്യേകിച്ച് നിർദ്ദേശങ്ങളൊന്നും നൽകിയതുമില്ല. രാത്രി വീട്ടിലെത്തിയ കുടുംബം AC ഓണാക്കി കിടന്നുറങ്ങി. പുലർച്ചെയോടെ ഗിരിധറിനും ഭാര്യയ്ക്കും 2 മക്കൾക്കും ദേഹാസ്വസ്ഥ്യമുണ്ടായി. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും 6 വയസ്സുകാരി പവിത്രയും 1 വയസ്സുള്ള സായി കൃഷ്ണയും മരിച്ചു. വീര്യമുള്ള എലിവിഷം അമിതമായി ശ്വസിച്ചതാണ് മരണകാരണം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കേസുകൾ അനവധി വർദ്ധിക്കുകയാണ്. അതുകൊണ്ട് ഏറ്റവും ആദ്യമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത് ഇതിൻ്റെ ഉപയോഗം
കുറയ്ക്കുക, അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കാതിരിക്കുക. എലിയെ പിടിക്കാനും മറ്റുമാണെങ്കിൽ എലിക്കണി പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കുക. അതും കുഞ്ഞുങ്ങൾക്കൊന്നും അല്ലെങ്കിൽ കയ്യെത്താത്ത ദൂരത്ത് അപകടം നിറഞ്ഞ രീതിയിലല്ലാതെ ഇത് ഉപയോഗിക്കുക. എലിവിഷമൊക്കെ ഇതുവരെയായിട്ട് വീട്ടിൽ എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, എലിയെ പിടിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ ഇത് മാറ്റുക, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ കയ്യെത്തുന്ന രീതിയിൽ ഉപയോഗിക്കാതിരിക്കുക എന്നത് മാത്രമാണ് ഇതിനുള്ള പോംവഴി എന്ന് പറയുന്നത്. ഏതായാലും നിരവധി മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായിട്ടാണ് ഇപ്പോൾ ഈ ഒരു പാലക്കാട് 3 വയസ്സുകാരിയുടെ മരണം കൂടി ഇതിലേക്ക് ചേർത്തപ്പെടുന്നത്.